പ്രൈസ് ലോർഡ്. പാട്ടിന് മുമ്പ് ഒരു കാര്യം പറയാം. എൽക്കാനയുടെ 2 ഭാര്യമാരിൽ ഒരുവളായ പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. അപ്പൊ ഈ പെനിന്ന എപ്പോഴും ഹന്നായെ ഇങ്ങനെ കുത്തുവാക്കുകളിലൂടെയും പരിഹാസത്തിലൂടെയും ഒക്കെ ഇങ്ങനെ കുത്തി കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഇവരുടെ ഭർത്താവായ എൽക്കാന ഹന്നയോട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്, വിഷമിക്കുന്നത്? നിനക്ക് 10 പുത്രന്മാരെക്കാളും ഞാൻ നന്നല്ലേ നിനക്ക്? ഓ, എത്ര ആശ്വാസമുള്ള വാക്കുകളല്ലേ ആ ഭർത്താവിന്റെ. ഹന്നയ്ക്ക് വേണമെങ്കിൽ ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കാമായിരുന്നു. പക്ഷെ അവൾ അതല്ല ചെയ്തത്. അവൾ ദൈവസന്നിധിയിൽ ചെന്ന് അവളുടെ ഹൃദയത്തിലെ സങ്കടം മുഴുവനും ദൈവത്തോട് അറിയിച്ചു. അവളുടെ വിഷമം ദൈവത്തോട് പറഞ്ഞു. അതിന്റെ ഫലമായി എന്താണ് സംഭവിച്ചത്? ഇസ്രായേലിലെ ആദ്യത്തെ പ്രവാചകനായ ശമൂവേൽ ഹന്നയിലൂടെ ഉൽപ്പാദിതമായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അടിക്കടി വരുന്ന പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കുത്തുവാക്കുകളും പഴികളും നിന്ദകളും ഒക്കെ നമ്മളെ തളർത്തിയേക്കാം ഒരു പക്ഷെ. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ ഉതകുന്ന ഒരു സ്റ്റോറിയാണിത്. തീർച്ചയായിട്ടും നമ്മൾക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് നമ്മുടെ ആ സങ്കടങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ സിയോൻ പർവ്വതം പോലെ കുലുങ്ങാതെ നമുക്ക് നിൽക്കുവാൻ സാധിക്കും.